ഈ മുടിക്ക് എന്ത് വളമാണ് ഇടുന്നത്? സത്യം പറഞ്ഞാൽ അധികം നോക്കാറില്ല. ചെറിയ ചെറിയ ഓരോ ടിപ്സ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മള് മുടി വേരെടുക്കുമ്പോൾ അധികം പേരും മേലേന്ന് ചെയ്യും, അതുപോലെ ചെയ്യരുത്, ബ്രേക്കേജ് കൂടും. താഴേന്ന് തുടങ്ങുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് ഏത് എണ്ണയാണ് മോള് യൂസ് ചെയ്യുന്നത്. ഞാൻ എണ്ണ എനിക്ക് അപ്പ ജലദോഷം വരും, എനിക്ക് അധികം എണ്ണ പറ്റില്ല. അപ്പൊ ചിലപ്പോ ഞാൻ എന്റേതായ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും സ്കാൽപ്പ് ഡിഫറെന്റാ. അപ്പൊ അവരുടെ സ്കാൽപ്പ് അനുസരിച്ച്, അവരുടെ ഹെയർ ടൈപ്പ് അനുസരിച്ച് അവർക്ക് ആ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ എല്ലാവരോടും പറയാ, അവരുടെ ഹെയർ ടൈപ്പ് നോക്കി അവർ ഓയിൽ യൂസ് ചെയ്യുക. ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അത് നോക്കേണ്ട രീതിയിൽ നോക്കണം. ഈ എത്ര കാലായിട്ട് മുടി? 13 വർഷം. 13 വർഷമായിട്ട്. അപ്പൊ എന്റെ ഇടയ്ക്ക് ആരും വീട്ടിൽ നിന്നൊന്നും പറഞ്ഞത് ഭയങ്കര മുടിയായി വെട്ടിക്കളാന്നൊന്നും പറയാറുണ്ട്. ദോഷാണ്, മുട്ടിന് താഴെ വരുന്നത് ദോഷാണ്. മുട്ടിന് താഴെ വരുമ്പോ ശരിയാവില്ല, വേഗം വെട്ടണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പറയാറുണ്ട്. പിന്നെ അവസാനം പറഞ്ഞു മടുത്തു, ഇല്ല ഇത് വെട്ടണില്ല. ഇത് വളർത്താൻ കാരണം തന്നെ ഒരു രസകരമായ സ്റ്റോറിയാ. പണ്ട് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ 2009 എനിക്ക് ഇതുവരെ ലെങ്ത് ഉണ്ടായിരുന്നു, ഹിപ്പ് ലെങ്ത് ഉണ്ടായിരുന്നു, നല്ല തിക്നെസ്സും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എൻ്റെ ചേച്ചിയുടെ കല്യാണം വന്നപ്പോൾ അവിടുത്തെ ബ്യൂട്ടി പാർലറിൽ കയറി, ചേച്ചി ഷാലോ ആയിട്ടൊന്ന് ലെയർ കട്ട് ചെയ്യണം ലെങ്ത് വെച്ചിട്ടെന്ന് പറഞ്ഞു. ചേച്ചി പാവം വെട്ടി നല്ല ഭംഗിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് ഇതുവരെ അങ്ങോട്ടാക്കി തന്നു. കരഞ്ഞോ? എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അത്രയും വെയിറ്റ് പോയി, കാണാനും ഭംഗിയുണ്ട്, ആക്സെപ്റ്റ് ചെയ്തു. വീട്ടിൽ കേട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ബന്ധുക്കാരൊക്കെ ഒന്ന് സംസാരിച്ച് സമാധാനിപ്പിച്ചിട്ടാണ് അമ്മനെ വീട്ടിലോട്ട് കയറ്റിയത്. അത് പിന്നെ മുടി കുളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും, അധികം നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നോക്കാതെ അങ്ങ് വളർന്നു പോകുന്നു, അത്ര തന്നെ. പിന്നീട് അനീഷം വെട്ടിയിട്ടില്ല. താഴെ ചിലപ്പോ അടി ഇങ്ങനെ വെട്ടും, അത്ര തന്നെ. അതായത് കേട്ടിട്ടുണ്ട് നമ്മുടെ ചൈനയിലൊക്കെ ഒരു ട്രൈബില് ചില വിമൻ ഇതുപോലെ ഇത്രയും മുടിയുള്ളവരുണ്ട്. അപ്പം അവരെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആക്ച്വലി ചാർജ് ഈ മുടി അടിച്ചിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആൾക്കാരുടെ ക്യാഷ് വാങ്ങിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇടയ്ക്ക് മോണിറ്റൈസ് ചെയ്യാൻ എന്റെ മുടിയെന്ന്? നോ, പക്ഷെ ഐ ഗെറ്റ് എ ലോട്ട് ഓഫ് കമന്റ്സ്, മെസ്സേജസ്, hair videos അയക്കൂ, I'll pay you whatever I want. Bro, what are you getting out of it? എനിക്ക് മനസ്സിലാവില്ല എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോണത്. ഹെയർ വീഡിയോസ് എന്താ പറ്റിയ ഓയിൽ അതിന്റെ അഡ്വർടൈസ്മെന്റ് ആരാണോ അതോ? അല്ല, നോർമൽ പീപ്പിൾ ഹെയർ വീഡിയോസ് അയക്കൂ, ഹെയർ ഫോട്ടോസ് അയക്കൂ, നിങ്ങളെ പേജിൽ ഇടാനാ. ഇത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് സിമ്പിൾ ആയിട്ട് എടുത്ത് ഇടാവുന്നേ ഉള്ളൂ. അപ്പൊ അതിൽ എന്താ കാര്യം? എക്സ്ക്ലൂസീവ് വീഡിയോസിനായിരിക്കും നമുക്ക് നമ്മുടെ പേജിലേക്ക് മാത്രമുള്ള മുടിയും എങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ നോട്ടീസ് ചെയ്തിട്ടുള്ള ഏറ്റവും അധികം നോർത്ത് ഇന്ത്യൻസ് ആണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് എനിക്ക് ഈ മുടി കണ്ടപ്പോൾ എന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഡൗട്ടായിരുന്നു. അതായത് കുഞ്ഞു പിള്ളേരൊക്കെ മറ്റേ ലെഹങ്കയൊക്കെ വലിയ പാവാടയും ഫ്രോക്കൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ പിറകെ കുറെ സാധനം ഡ്രസ്സിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് കിടക്കുമല്ലോ, അതുപോലെ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറ്റിട്ടുണ്ട് ഈ മുടിയിൽ കുടുങ്ങി കിടക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു? ഞാൻ എന്റെ മുടി ചവിട്ടി പലവട്ടം വീഴാൻ പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്റ്റേഴ്സ് കയറും. ഇപ്പൊ ലാസ്റ്റ് ഷൂട്ട് ചെയ്തായിരുന്നു ഫാഷൻ എഡിറ്റോറിയൽ. ആ സമയത്ത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടും മേക്കപ്പ് ആർട്ടിസ്റ്റും ആണ് ആഷിഫ്. അവനാണ് എന്റെ മുടി അതുപോലെ ബാക്കിൽ ഇങ്ങനെ പിടിച്ചു നടക്കില്ലേ, അതുപോലെ പിടിച്ചു നടന്നു. ഞാൻ വീഴണ്ടെന്നും പറഞ്ഞ് അങ്ങനെ പിടിച്ചു നടന്നു.